കണ്ടിട്ട് എനിക്ക് ജെന്യൂൻ ആണെന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഞാനാകെ ഷോക്കായി. ഒറ്റയടിക്ക് 1.5 ലക്ഷം എന്നിട്ട് അവർ പോയി. ഫ്രാൻസിലെത്തി സെക്കൻഡ് ഡേ പോലീസ് സ്റ്റേഷനിൽ പോവാണ്. ഹലോ ഗൈസ്, കഴിഞ്ഞ 1-2 വീഡിയോസിന് താഴെ ഞാൻ കോമൺ ആയിട്ട് കണ്ട ഒരു കമൻ്റ് ആണ് ഫ്രാൻസിൽ എങ്ങനെ അക്കോമഡേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളത്. സോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം നിങ്ങളോട്. ഞാൻ ഫ്രാൻസിലേക്ക് എനിക്ക് വൺസ് വിസയൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ സ്വന്തമായിട്ടാണ് അക്കോമഡേഷൻസ് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കിയത്. അപ്പം ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റും അതല്ലാതെ ഫേക്ക് ആയിട്ടുള്ള സൈറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, മെയിൽ അയക്കുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല അക്കോമഡേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് റിവേർട്ട് വരുന്നത് കൂടുതലും നമുക്ക് റൂം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ ഫേക്ക് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അറ്റ് ലാസ്റ്റ് എനിക്കൊരു മെയിൽ വന്നു ഒരു സ്റ്റുഡിയോയുടെ. അപ്പം അതിൻ്റെ റെൻറ്റ് പറഞ്ഞത് ഒരു 520 euros ആണ് റെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓക്കെ കണ്ടിട്ട് എനിക്ക് ജെന്യൂൻ ആണെന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിയതിന് ശേഷം അവർ എന്നോട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണ്. അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങൾ റൂം കണ്ടതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഒരു 520 euros ആണ് റെൻറ്റ്, 2 മാസത്തെ ഡെപ്പോസിറ്റ്, 1 മന്ത് റെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ഞാൻ നോക്കിയപ്പം എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. ഹീറ്റർ ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, അവൻ, അങ്ങനെ എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്കൊരു കിച്ചണിൽ വേണ്ട എല്ലാം ഉണ്ട്. അതേപോലെ ബെഡ്, പില്ലോ, ബ്ലാങ്കറ്റ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഓക്കെ നമുക്കെല്ലാം കൊണ്ടും അഫോർഡബിൾ ആണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു എന്നാണ് അവർ വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വരുന്നതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ഷെയർ ചെയ്തു. അതിനുശേഷം ഞാൻ ഫ്രാൻസിലേക്ക് വരികയാണ്. അപ്പോൾ അക്കോമഡേഷനൊക്കെ ഓക്കെ ആയി. പിന്നെ വേറെ നമ്മളൊന്നും ചിന്തിച്ചില്ല. ഇവിടെ വന്നിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറൊക്കെ തന്നു. അപ്പോൾ തന്നെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെ അപ്പോൾ നിങ്ങൾ എത്തുമ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വരാം, അക്കോമഡേഷൻ കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ ഞാൻ അക്കോമഡേഷൻ കാണാൻ പോവാണ്. അപ്പോൾ അവർ പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ എത്തി. അപ്പോൾ അവരും ആ ടൈമിൽ വരാമെന്ന് പറഞ്ഞു. നോക്കിയപ്പം അക്കോമഡേഷൻ നോക്കിയപ്പോൾ ഓക്കെയാണ്. ഏരിയാസൊക്കെ എല്ലാം ആക്സസിബിൾ ആണ്. ട്രെയിനും പിന്നെ അടുത്ത് തന്നെ ട്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ആക്സസിബിളും ആണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. അവിടെ അക്കോമഡേഷനോടെ എഴുതി വെച്ചിട്ടുണ്ട് ടു റെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു മിനിറ്റ് ഞാനൊന്ന് ഇരിക്കട്ടെ. ഓക്കെ. അപ്പം നമ്മളപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു 15 മിനിറ്റ്സ് നമ്മളവിടെ എത്തി. ടൈം പറഞ്ഞൊരു 10 മണിയാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി 10 മണി കഴിഞ്ഞൊരു 10:15 പുള്ളി മെസ്സേജ് അയച്ചു. ഞാനിപ്പം ലോയറുടെ അടുത്താണ്, എഗ്രിമെൻ്റ് എഴുതാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം നമ്മൾ ഓക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ലോയർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് വാങ്ങിക്കാതെ നമുക്ക് എഗ്രിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എല്ലാം ഓക്കെ ആണല്ലോ, ജെന്യുവിൻ ആണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അക്കൗണ്ട് ഞാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, അപ്പോൾ അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അടുത്തുള്ളൊരു തബാക്കിൽ പോയിട്ട് ട്രാൻസ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ട്, ഞാനതിവിടെ സൈഡിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ട്രാൻസ് ക്യാഷിൽ നിങ്ങൾ ഒരു ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ആ ടിക്കറ്റിൻ്റെ നമ്പറും പിന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹൈഡ് ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി. നമ്പർ മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി, പിന്നുണ്ട് അതിൽ, പിന്നെ അയച്ചു തരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഹൈഡ് ചെയ്ത് ഒക്കെ അയച്ചു കൊടുത്തു 500 euros. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞൊരു വീണ്ടും ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം നമുക്ക് വളരെ ജെന്യുവിൻ ആണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ പുള്ളി ഒരു 1500 euros ട്രാൻസ് ക്യാഷിൻ്റെ ടിക്കറ്റ് നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പിന്നെ അയച്ചു കൊടുക്കുന്നില്ലല്ലോ, നമ്മൾ ജസ്റ്റ് നമ്പർ മാത്രമല്ല അയച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കോൺഫിഡൻസിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് 500 ആ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ അയച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളി ഞങ്ങൾ വിചാരിച്ചു ഇത് എഴുതാൻ പോയിരിക്കുകയാണല്ലോ എന്നുള്ള ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അടുത്തുള്ള തബാക്കിൽ നമ്മൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്ത ആ തബാക്ക് ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ചോദിച്ചു
ഈ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പുള്ളിയോട് ചോദിച്ചു. പുള്ളി ഒരു കാർഡ് തന്നു. അത് ഒരു ATM കാർഡ്, കൈൻഡ് ഓഫ് ഒരു കാർഡ്. അപ്പോൾ അത് തന്നപ്പം ഇതിലേക്ക് നിങ്ങളുടെ ഈ ടിക്കറ്റ് വെച്ചിട്ട് ഇന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ക്യാഷ് കയറും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഇൻവാലിഡ് എന്ന് കാണിക്കുകയാണ്. ആ 3 ടിക്കറ്റും ഇൻവാലിഡ് എന്ന് കാണിച്ചു. അപ്പം ഞാനത് വീണ്ടും തബാക്ക് ഷോപ്പിൽ പോയിട്ട് പുള്ളിയെടുത്ത് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ഇത് ആരോ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇൻവാലിഡ് എന്ന് കാണിക്കണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പുള്ളീനെ വിളിച്ചിട്ട് പുള്ളി കോൾ എടുക്കുന്നില്ല. കുറച്ച് നേരത്തേക്ക് കോൾ എടുത്തില്ല. അപ്പം ഞങ്ങൾ ഓക്കെ പറ്റിച്ചു എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തി ഞാൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വീണ്ടും തിരിച്ച് കോണ്ടാക്ട് ചെയ്തു. ഇല്ല ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ഇത് എനിക്ക് നിങ്ങൾ പിന്നെ മറച്ചു വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തു തന്നത്, പിന്നെ എങ്ങനെയാണ് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷെ പിന്നെ അതിൽ ആക്ച്വലി ഒരു മാറ്റർ അല്ല. ആ നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ, ആ കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആകെ ഷോക്കായി. ഒറ്റയടിക്ക് 1.5 ലക്ഷം നേരിട്ടവർ പോയി. അതും വെരി ഫസ്റ്റ് ഡേ ഫ്രാൻസിലെത്തിയിട്ട്. അതിന് ആകെ ഒരു ഷോക്കായി. കുറച്ച് നേരം ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്നു. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഓൾറെഡി ഒരു ഈവനിങ് ആയി ഈ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും. ഈ പുള്ളി കണ്ടിന്യൂസ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇയാൾ വരുന്നുമില്ല. പിന്നെ ഞാൻ ഡിസിഷൻ എടുത്തു. ഞാൻ വീട്ടിലൊന്നും പറയാൻ നിന്നില്ല. നേരെ ഡിസിഷൻ എടുത്തു, പോലീസ് സ്റ്റേഷനിൽ പോവാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, ഫ്രാൻസിലെത്തി സെക്കൻഡ് ഡേ പോലീസ് സ്റ്റേഷനിൽ പോവാണ്. അപ്പം ലാംഗ്വേജ് ഇല്ല. അവിടെ ഫ്രഞ്ച് പോലീസ് ആയതുകൊണ്ട് തന്നെ അവർക്കും ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത്, ഓക്കെ നമുക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം, FIR ഇടാം, കാര്യങ്ങളിടാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫുള്ള് വീണ്ടും എൻ്റെ അടുത്ത് ഡീറ്റെയിൽസും ആ ഇമെയിൽസ് കാര്യങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യിപ്പിച്ച് ആൾ FIR ഇട്ടതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, FIR ഇട്ടുകൊണ്ട് നമുക്കിത് തിരിച്ച് കിട്ടണം എന്നില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ ഇത് സൈബർ ക്രൈമിലാണല്ലോ വരുന്നത്. അപ്പം ഇതൊക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നത്, കാര്യം അവർക്ക് പിടികിട്ടി, ഹാൻഡിൽ ചെയ്യുന്നത് ഈ ടുണീഷ്യ പിന്നെ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇരുന്നിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ചാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഫ്രഞ്ച് അറിയാം. അപ്പം എന്താ പറയുക, മൊറോക്കോ അങ്ങനത്തെ പ്ലേസുകളിൽ ഇരുന്നിട്ടാണ് ഹാൻഡിൽ ചെയ്യണതെന്നാണ് അവർ കൂടുതലും പറഞ്ഞത്. അവിടെ നിന്നും ഡെസ്പറേറ്റ് ആയി, ഒന്നും ചെയ്യാനില്ല. കാരണം നോർമലി പാരീസിലെ ഹോട്ടൽസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ്ലി ആണ്. അപ്പം നമുക്ക് നിൽക്കുന്നതിന് ലിമിറ്റേഷൻ. ഓൾറെഡി 1.5 ലക്ഷം പോയിട്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആകെ ടെൻഷനായി. ലാസ്റ്റ് വീണ്ടും ഇതേപോലെ തന്നെ ബാക്ക് ടു കുറേ സൈറ്റുകളിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ 1-2 അക്കോമഡേഷൻസ് ഒക്കെ പോയി കണ്ടു. പക്ഷെ അതൊക്കെ പാരീസിൽ നിന്ന് ഒരുപാട് ഔട്ടറായിരുന്നു. അപ്പം അന്നത്തെ ദിവസം ഞാൻ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 3-4-5 അക്കോമഡേഷൻസ് ആയിരുന്നു ഞാൻ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പോയി കണ്ടു, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലാം പാരീസിൽ നിന്ന് ഒരുപാട് ഔട്ടർ, ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു സുഖമില്ലാത്തൊരു ഏരിയ ആയിരുന്നു. പിന്നെ കൂടുതൽ മോഷണങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ ആയിരുന്നു. അവസാനം ഞാനൊരു അക്കോമഡേഷനിലെത്തി, പാരീസിൻ്റെ Zone 3 ഒരു അക്കോമഡേഷനിൽ എത്തി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 6 മണിക്ക് വെയിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ 6 മണിക്ക് എത്തി. 6 മണിക്ക് എത്തിയിട്ട് വെയിറ്റ് ചെയ്യാണ്. 7 മണിയായി, പുള്ളി വരുന്നില്ല. 8 മണിയായി, വരുന്നില്ല. 9 മണിയായി, വരുന്നില്ല. അത് കഴിഞ്ഞ് 9:15 പുള്ളി എത്തി. അപ്പം ഞാൻ ജെന്യുവിൻ അല്ല, ഓക്കെ തിരിച്ചു പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ, ഓക്കെ ഒരു ഹാഫ് ആൻ അവറും കൂടി വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു 9:15 പുള്ളി എത്തി. റൂം, അതായത് നമ്മൾ സ്റ്റെയർ കയറുന്ന ഒരു ഏരിയ തുറന്നപ്പോൾ ഓക്കെ ഇത് മോശമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മൈൻഡിൽ അത് ഫിക്സ് ചെയ്തിട്ട്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെയും പച്ചവെള്ളം കണ്ട പേടിക്കുന്നു പറഞ്ഞ പോലെ പേടിച്ചിട്ടാണ് കയറുന്നത്. കയറി കഴിഞ്ഞ് കണ്ടപ്പോൾ റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു. നമുക്ക് വേണ്ട എല്ലാം ഉണ്ട്. അതായത് ബില്ല് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ അവനുണ്ട്, വാഷിംഗ് മെഷീൻ, പിന്നെ എല്ലാ ഈവൻ പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനെ എല്ലാം ഉണ്ട്. കോഫി മേക്കർ, ജ്യൂസർ, ഗ്രൈൻഡർ, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ബെഡ്, ലിനൻ, ബ്ലാങ്കറ്റ്, പിന്നെ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് റൂം കിട്ടി. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു,
ഓക്കെ ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾ അഡ്വാൻസ് തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 10 മിനിറ്റ് ടൈം തരണം എന്ന് പറഞ്ഞിട്ട് ആ 10 മിനിറ്റിൽ പോയി ATM പോയി അഡ്വാൻസ് പേയ്മെൻറ്റ്, അതായത് 2 മന്ത് റെൻറ്റ് അഡ്വാൻസും 1 മന്ത് റെൻറ്റ് പേയ്മെൻറ്റുമായിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ പോയി വിഡ്രോ ചെയ്ത് അപ്പം തന്നെ കൊടുത്തുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ കോൺട്രാക്റ്റ് ഒന്നും ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് ഒക്കെ നാളെ മതി, എനിക്ക് ഇന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ, കാരണം പിറ്റേ ദിവസത്തേക്ക് ഞാൻ വീണ്ടും ഹോട്ടലിൽ റിസർവ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അപ്പോൾ പുള്ളിയുടെ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പം പുള്ളി പറഞ്ഞു ഓക്കെ കീ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ എനിക്ക് കീ തന്നു. കാരണം എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തല്ലോ. അപ്പോൾ കീ തന്നു. കീ തന്നിട്ട് അന്ന് അപ്പം തന്നെ അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് നേരെ ഹോട്ടലിൽ പോയി അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. നേരെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു അത്യാവശ്യം ഒരു വലിയൊരു വാനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കാരണം അധികം അങ്ങനെ പാക്ക് ചെയ്ത് എടുത്തു വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാ ലഗേജും പോയി എടുത്ത് നേരെ ഒരു മിഡ് നൈറ്റ് 1:30 2 o'clockനാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യണത് ഹോട്ടലിൽ നിന്ന്. കാരണം ഹോട്ടല് നമുക്ക് ഷോൾദിഗോള എയർപോർട്ട് എന്ന് പറയുന്നത് Zone 5 ഒക്കെ ആ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു പാരീസ് സിറ്റി ക്രോസ് ചെയ്തിട്ട് വേണം ഈ അക്കോമഡേഷനിലേക്ക് എത്താനായിട്ട്. അങ്ങനെ ആ മിഡ് നൈറ്റിൽ ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ഫ്രാൻസിലൊരു എക്സ്പീരിയൻസ്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെയല്ല. കാരണം ഞാൻ വന്ന ടൈമിൽ എനിക്ക് റിസോഴ്സസ് വളരെ കുറവായിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ, അപ്പം ഞാൻ ഓൾറെഡി ഫ്രാൻസിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് അപ്പം അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ് അവർ. അപ്പം പുള്ളിക്കാരൻ ആളുടെ ഒരു, ഞാൻ പേര് പറയുന്നില്ല, പുള്ളിയുടെ ഫ്രണ്ട്സ് കുറച്ച് പേരായിട്ട് ഒരുമിച്ചാണ് വന്നത്. അപ്പം അവർക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാങ് ആണ് അവർ. അപ്പോൾ അവർക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അക്കോമഡേഷൻസ് കുറേ നോക്കി. അപ്പം എൻ്റെ കയ്യിൽ എനിക്ക് ജെന്യുവനായിട്ട് തോന്നിയതെല്ലാം ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ അവർക്ക് ആ റെൻറ്റ് ഓക്കെ ആയിരുന്നില്ല. അപ്പം ഇവർ തന്നെ ഓൺലൈനിൽ നിന്ന് ഇതേപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ക്രട്ടയിൽ ഏരിയയിലൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ്, അതൊരു 3 BHK അപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ റെൻറ്റ് പറയുന്നത് അറൗണ്ട് 600 euros. ആ 3 BHKക്ക് 600 euros ആണ് അവർ പറഞ്ഞത് മൊത്തത്തിൽ. അപ്പോൾ ഇവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാൻ, ട്രാൻസ്ഫർ ചെയ്താൽ മതി, നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു, എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിച്ചിട്ട് എൻ്റെയിലേക്ക് എമൗണ്ട് അവർ ട്രാൻസ്ഫർ ചെയ്തു തന്നു നാട്ടിൽ നിന്ന്. എന്നിട്ട് എനിക്ക് ആ ലാൻഡ് ലോഡിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഞാൻ ആ പുള്ളിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവരത്ര കോൺഫിഡൻ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് പ്രൂഫ് 2 പേർക്കും അയച്ചു കൊടുത്ത് അതിനുശേഷം ഒരു 1 to 2 weeks കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെത്തുന്ന ആ ഒരു ടൈമിൽ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും പറഞ്ഞു ചേച്ചി ആ ഒരു അക്കോമഡേഷൻ ഫേക്ക് ആയിരുന്നു, ആ എമൗണ്ട് പോയി, നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഇതേപോലെയുള്ള സ്കാമുകൾ ഒരുപാടുണ്ട്. അത് ഫ്രാൻസിൻ്റെ ഇഷ്യൂ അല്ല, ഇവരെല്ലാം ഇത് ഹാൻഡിൽ ചെയ്യുന്നത് വേറെ കൺട്രീസിൽ ഇരുന്നിട്ടാണ്. അപ്പം നമുക്ക് ഫ്രാൻസിന് അതിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് മല്ലൂസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളും ഒരു മലയാളി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മല്ലൂസ് ഉണ്ട്, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് പീപ്പിൾസ് ഒരുപാട് പേര് ഫ്രാൻസിലുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റയിൽ DM ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഇത് ജെന്യുവിൻ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടോ എന്നുള്ളത്. അപ്പം അതിൽ ഓൾറെഡി കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് നോക്കിയിട്ട് ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്തിട്ട് ഓക്കെ ആണോ എന്നുള്ളത്, പേപ്പേഴ്സൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അവർ ത്രൂ നിങ്ങൾക്ക് അക്കോമഡേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ എല്ലാവരും പാർട്ട് ടൈം ജോബും അല്ലെങ്കിൽ റെഗുലറായിട്ട് ജോബിന് പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം നിങ്ങൾ അവരുടെ ഒരു ടൈമും അവൈലബിലിറ്റിയും ചോദിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജൻസി, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഏജൻസി ഏതാണെന്നുണ്ടെങ്കിലും അവർ ഇവിടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 മന്തിലേക്കെങ്കിലും, ഏറ്റവും മിനിമം ഒരു 1 മന്തിലേക്കെങ്കിലും അക്കോമഡേഷൻ അവരുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക.
എപ്പോഴും ശ്രദ്ധിക്കണത് ഒരു കാരണവശാലും ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന അക്കോമഡേഷൻ അഡ്വർടൈസ്മെന്റിൽ പോയി തലവെക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് എത്ര റേറ്റ് കുറവാണ്, എത്ര നല്ല ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ ഒരു കാരണവശാലും പോയിട്ട് പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഫേസ്ബുക്കിൽ നിന്നല്ലെങ്കിൽ പോലും വേറൊരു സൈറ്റുകളിൽ നിന്നാണ് എനിക്ക് വന്നിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകൾ ഉണ്ടെങ്കിലും അതിലും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ നേരിട്ട് കാണാതെ നമുക്കൊന്നും ഒരു പേയ്മെൻറ്റോ കാര്യങ്ങളോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റയിൽ DM ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ.